ഇന്ന് നമുക്ക് നോക്കാം നിങ്ങളുടെ മനസ്സിലുള്ള ആ ഒരു വ്യക്തി എന്തിനാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ടുള്ളത്. അതിന് പിന്നിൽ എന്തെങ്കിലും ഒരു നിയോഗമുണ്ടോ എന്നുള്ളത്. അപ്പോൾ നിങ്ങളുടെ പേഴ്സണെ മനസ്സിൽ വിചാരിക്കുക. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് 3 കാർഡ്സ് ചൂസ് ചെയ്യാം. കാർഡ് നമ്പർ 1, കാർഡ് നമ്പർ 2 ആൻഡ് കാർഡ് നമ്പർ 3. അപ്പോൾ ഈ 3 പൈൽസിൽ നിന്ന് ഒരു പൈല് തിരഞ്ഞെടുക്കുക. അപ്പോൾ നമുക്ക് നോക്കാം പൈൽ നമ്പർ 1 ചൂസ് ചെയ്തവർക്ക് എന്താണ് ലഭിച്ചിട്ടുള്ളതെന്ന്. പൈൽ നമ്പർ 1 ചൂസ് ചെയ്തവർക്ക് 6 ഓഫ് കപ്സ് ആണ് കിട്ടിയിട്ടുള്ളത്. ഇവിടെ ഈ ഒരു വ്യക്തിയുമായിട്ട് നിങ്ങൾക്ക് വളരെ ഡീപ്പായിട്ടുള്ള ഒരു ആത്മബന്ധമുള്ളതായിട്ട് കാണാം. ആ ഒരു സോൾമേറ്റ് കണക്ഷൻ ഉള്ള വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇവർ നിങ്ങളുടെ ലൈഫിലേക്ക് ഇപ്പോഴും കടന്നു വന്നിട്ടുള്ളത്. ഒരിക്കലും നിങ്ങൾക്ക് ഈ ഒരു വ്യക്തിയെ മറക്കാൻ കഴിയുന്നുണ്ടാവില്ല. കാരണം അത്രയേറെ ഒരു സ്നേഹം, ഇമോഷണൽ സപ്പോർട്ടൊക്കെ ഇവരിൽ നിന്ന് ലഭിച്ചിട്ടുള്ള ഒരു വ്യക്തി തന്നെ ആയിരിക്കാം. ഇനി നമുക്ക് പൈൽ നമ്പർ 2 ചൂസ് ചെയ്തവർക്ക് എന്താണ് ലഭിച്ചിട്ടുള്ളതെന്ന് നോക്കാം. ഇവർക്ക് കിട്ടിയിരിക്കുന്നത് 7 ഓഫ് വാൻഡ്സ് എനർജിയാണ്. ഈ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിൽ കടന്നു വന്ന ശേഷം ഒരുപാട് മാറ്റങ്ങൾ നിങ്ങൾക്ക് സംഭവിച്ചിട്ടുണ്ടാവാം. മാത്രമല്ല നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ പോലും ഒരുപാട് ചലഞ്ചസ് അല്ലെങ്കിൽ സ്ട്രഗിളിംഗ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് എല്ലാം ഉണ്ടായിട്ടുണ്ടാവാം. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ലൈഫിൽ എന്തെല്ലാം പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ വളരെ ധീരമായിട്ട് നേരിടാനുള്ള ഒരു മാനസികാവസ്ഥയിലൂടെ നിങ്ങൾ എത്തിയിട്ടുണ്ടാവും. ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ഈ ഒരു സമയത്ത് ലേൺ ചെയ്തിട്ടുണ്ടാവാം. തീർച്ചയായിട്ടും ഒരു സ്ട്രോങ് പേഴ്സൺ ആവാനായിട്ട് നിങ്ങൾക്ക് വേണ്ടി നിലകൊള്ളാനായിട്ട് സഹായിച്ചിട്ടുള്ള ഒരു റിലേഷൻഷിപ്പാണ് ഈ ഒരു വ്യക്തിയായിട്ടുള്ളതെന്നാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഇനി നമുക്ക് ഫൈനലി പൈൽ നമ്പർ 3 ചൂസ് ചെയ്തവർക്ക് എന്താണ് ലഭിച്ചിട്ടുള്ളതെന്ന് നോക്കാം. ഇവിടെ നമുക്ക് ഹാങ്ഡ് മാൻ എനർജിയാണ് കിട്ടിയിട്ടുള്ളത്. ഇവിടെ ഈ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിൽ കടന്നു വന്ന ശേഷമായിരിക്കാം നിങ്ങൾക്ക് ആ ഒരു സ്പിരിച്വൽ എൻലൈറ്റ്മെൻറ്റ് ഉണ്ടായിട്ടുണ്ടാകുന്നത്. മാത്രമല്ല കുറച്ചും കൂടി ആ ഒരു സ്പിരിച്വൽ കണക്ഷനൊക്കെ കൂടിയിട്ടുള്ളത്, അല്ലെങ്കിൽ ആ ഒരു ലെവലിലൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് സഹായിച്ചിട്ടുള്ളതൊക്കെ ഈ ഒരു പേഴ്സൻ്റെ കടന്നുവരവോടുകൂടി ആയിരിക്കും. അതുപോലെ തന്നെ ക്ഷമ, സഹനശക്തി, സാക്രിഫൈസ് ഒക്കെ നിങ്ങൾക്ക് പഠിപ്പിച്ച് തന്നിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് കൂടിയായിരിക്കണം അത്. അപ്പോൾ ഇവിടെ നിങ്ങൾ ഏത് പൈലാണ് ചൂസ് ചെയ്തതെന്നുള്ളത് കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ വ്യക്തിയുമായിട്ട് ഒരു ദൃഢബന്ധം ഉണ്ടാവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനായിട്ട് തന്നെ ക്ലെയിം ചെയ്യുക.